नमस्ते। आज की कक्षा में सबका स्वागत। പിछലി കക്ഷ में കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യകാലിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. ആദ്യകാലം എന്ന് പറയുന്നത് 1900 മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞു. ആദ്യകാലത്തിനെ 6 തരംതിരിക്കുന്നുണ്ട്. ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നൈകവിത. ഇതിൽ ആദ്യത്തെ 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഭാരതേന്ദു യുഗം എന്താണെന്നും ദ്വിവേദി യുഗം എന്താണെന്നും. ഹരീഷ് ചന്ദ്ര ഭാരതേന്ദുവിന്റെ മഹത്വപൂർണമായ യോഗ്ദാൻ മൂലമാണ് ഭാരതേന്ദു യുഗം എന്ന് പേര് വന്നത്. ഭാരതേന്ദു യുഗിന്റെ മറ്റൊരു പേരാണ് പുനർജാഗരൺ കാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാവീർ പ്രസാദ് ദ്വിവേദിജിയുടെ മഹത്വപൂർണമായ യോഗ്ദാൻ മൂലമാണ് ദ്വിവേദി യുഗം എന്ന പേര് വരാൻ കാരണം. അപ്പൊ അതിലെ പ്രമുഖ രചനാക്കാർ, കവി ഓർ ഉൻകി രചനായും ഇതെല്ലാം നമ്മൾ നോക്കിയതായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ യുഗമായ ഛായാവാദ യുഗത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഛായാവാദ് 1920 മുതൽ 1936 വരെ നിലനിന്നിരുന്ന കാലഘട്ടം ആയിരുന്നു ഛായാവാദ് യുഗ് എന്ന് പറയുന്നത്. അതായത് ഛായാവാദിന്റെ സമയസീമ എന്ന് പറയുന്നത് 1920 മുതൽ 1936 വരെ ഉള്ള കാലഘട്ടം. പിന്നെ ഛായാവാദം അറിയപ്പെടുന്നത് റൊമാൻറ്റിക് കാവ്യധാര എന്ന കാലഘട്ടമായിട്ടാണ്. റൊമാൻറ്റിക് കാവ്യധാര അല്ലെങ്കിൽ റൊമാൻറ്റിക് യുഗ് എന്ന് ചോദിച്ചാലും ഛായാവാദാണ്. ഛായാവാദിന് ഛായാവാദ് എന്ന നാമകരണം നൽകിയത് മുകുട്ദർ പാണ്ഡെ ആയിരുന്നു. ഛായാവാദ് ശബ്ദക്ക് പ്രഥം പ്രയോക്ത, അതായത് ആദ്യമായി ഛായാവാദ് എന്ന വാക്ക് പ്രയോഗിച്ച വ്യക്തിയാണ് ആര്? മുകുട്ദർ പാണ്ഡെ ട്ടോ. മുകുട്ദർ പാണ്ഡ്യ കവിത, മുകുട്ദർ പാണ്ഡ്യയുടെ ഒരു കവിതയുണ്ടായിരുന്നു. മുകുട്ദർ പാണ്ഡ്യജിയുടെ കവിത ഉണ്ടായിരുന്നു കുറുറി എന്ന കവിതയിലൂടെയാണ് ഛായാവാദിലെ പ്രഥമ കവിതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. മുകുട്ദർ പാണ്ഡ്യ എഴുതിയ കുറുറി ആയിരുന്നു ഛായാവാദിലെ പ്രഥമ കവിത. നമ്മൾ പറഞ്ഞു മുകുട്ദർ പാണ്ഡെയാണ് ഛായാവാദ് എന്ന നാമം നൽകിയതെന്ന് പറഞ്ഞു. मुकुटधर पांडे जी श्री शारदा पत्रिका में एक निबंध प्रकाशित किया जिस निबंध में उन्होंने छायावाद शब्द का प्रथम प्रयोग किया. നമ്മൾ പറഞ്ഞു 1920 ശാരദ എന്ന പത്രികയിൽ ഒരു നിബന്ധം എഴുതുന്നതിലൂടെയാണ് ഛായാവാദ് എന്ന പേര് അദ്ദേഹം ആദ്യമായി പ്രയോഗിക്കുന്നത്. അതാണ് ഈ യുഗത്തിന് ഛായാവാദ് എന്ന പേര് വരാനായിട്ടുള്ള കാരണവും. അത് കാരണമാണ് മുകുട്ദർ പാണ്ഡെയെ ഛായാവാദിക്ക് പ്രഥമ പ്രയോക്ത എന്ന് കണക്കാക്കുന്നത്. ഛായാവാദിലെ പ്രധാന ഭാഷയായിരുന്നു ഖടിബോലി ആയിരുന്നു. പിന്നെ സാഹിത്യത്തിന്റെ ഖടിബോലി കാ സ്വർണ യുഗ് എന്നും അറിയപ്പെട്ടിരുന്നു. സാഹിത്യത്തിൽ ഖടിബോലിയുടെ സുവർണ യുഗം എന്നും അറിയപ്പെട്ടിരുന്നത് ഏത് കാലഘട്ടമായിരുന്നു? നമ്മുടെ ഛായാവാദ് യുഗമായിരുന്നു. പറഞ്ഞു റൊമാൻറ്റിക് കാവ്യധാര എന്നറിയപ്പെടുന്നതാണ് എന്ത്?
ഛായാവാദ് യുഗ് 1920 മുതൽ 1936 വരെയായിരുന്നു ഛായാവാദിന്റെ സമയസീമ. ഛായാവാദ് എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ച വ്യക്തിയാണ് മുകുട്ദർ പാണ്ഡെ. 1920 ശാരദ പത്രികയിൽ അദ്ദേഹം ഒരു നിബന്ധ പ്രകാശനം ചെയ്തു. അതിലൂടെയാണ് ഛായാവാദ് എന്ന ശബ്ദം, ആ ഒരു വാക്ക് അദ്ദേഹം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഛായാവാദിലെ മുകുട്ദർ പാണ്ഡെയുടെ പ്രഥമ കവിതയായിരുന്നു കുറുറി. പിന്നെ ഖഡീബോലി ആയിരുന്നു ഛായാവാദ യുഗത്തിൽ പ്രധാനമായിട്ടുള്ള ഭാഷ. പിന്നെ സാഹിത്യത്തിന്റെ സാഹിത്യക ഖഡീബോലി സ്വർണയുഗ് മാനാ ജാതാ ഹെ. ഇനി പ്രയോക്ത പ്രഥമ പ്രയോക്ത, അതായത് നമ്മൾ നാമകരൻ പറഞ്ഞ പോലെ തന്നെ പലരും ഛായാവാദ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത് പല സാഹിത്യകാരന്മാരായിരുന്നു പറയുന്നു. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ശുക്ല പറഞ്ഞു മുകുട്ദർ പാണ്ഡെയാണെന്ന്. നമ്മുടെ ശുക്ലാജി എന്താ പറഞ്ഞത്? ഛായാവാദിന്റെ ഫസ്റ്റത്തെ പ്രയോക്ത ആരാണെന്ന് പറഞ്ഞു? മുകുട്ദർ പാണ്ഡെയാണെന്ന് പറഞ്ഞു. അതുപോലെ നന്ദദുലാരെ വാജ്പേയി എന്താണ് പറഞ്ഞത്? പന്താണെന്ന് പറഞ്ഞു. അതുപോലെ പ്രഭാകർ വാജ്പേയി എന്താ പറഞ്ഞത്? മാഖൻലാൽ ചതുർവേദി ആണെന്ന് പറഞ്ഞു. ഇലാചന്ദ്ര ജോഷി അന്യ കവിയാം, അവരെന്ത് പറഞ്ഞു? ജയശങ്കർ പ്രസാദ് ആണെന്ന് പറഞ്ഞു. ശുക്ലാജി പറഞ്ഞു മുകുട്ദർ പാണ്ഡെയാണെന്ന് പറഞ്ഞു. അതുപോലെ നന്ദദുലാരെ വാജ്പേയി എന്താണ് പറഞ്ഞത്? പന്താണെന്ന് പറഞ്ഞു. പ്രഭാകർ വാജ്പേയി ആരാണെന്ന് പറഞ്ഞു? മാഖൻലാൽ ചതുർവേദി ആണെന്ന് പറഞ്ഞു. ഇലാചന്ദ്ര ജോഷി പറഞ്ഞു, ഇലാചന്ദ്ര ജോഷിയും മറ്റുള്ള അന്യ സാഹിത്യകാരന്മാരും ആരാണെന്ന് പറഞ്ഞു? ജയശങ്കർ പ്രസാദ് ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രയോക്ത, ഛായാവാദിന്റെ ആദ്യത്തെ പ്രയോക്ത കേട്ടോ. ഇനി ഛായാവാദ് വിശേഷതായം, ഛായാവാദിലെ വിശേഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. വ്യക്തിവാദിക്ക് പ്രധാനത മാനവതാവാദ് കൂടുതലായിട്ടും ഉള്ളത് പ്രസാദ്ജിയുടെ കാമായനി ഓർ നിരാലയുടെ തുളസീദാസ് എന്ന രചനകളിലാണ് ട്ടോ. പ്രകൃതി ചിത്രൻ നിരാലയുടെ നിരാലജിക്ക് കവിത ഉണ്ട്, ജൂഹി കി കലി. ആ ജൂഹി കി കലിയിൽ കൂടുതലായും പ്രകൃതി ചിത്രനാണ് കാണുന്നത്. മാനവതാവാദ് കൂടുതലായും പ്രസാദിന്റെ കാമായനിയിലും നിരാലയുടെ തുളസീദാസിലും കാണുന്നു. പിന്നെ ഛായാവാദിലെ രചനകൾ കൂടുതലും വേദനയും നിരാശ നിറഞ്ഞതുമായിട്ടുള്ള രചനകളാണ്. അതുപോലെ നാരി പ്രേം ഓർ സൗന്ദര്യക ചിത്രൻ, സ്ത്രീയോടുള്ള സ്നേഹവും പിന്നെ അതുപോലെ സൗന്ദര്യവും അതിനെ കുറിച്ചെല്ലാം വർണ്ണിച്ചിരിക്കുന്നതാണ് ഛായാവാദിന്റെ വിശേഷതകളായി പറയുന്നത് ട്ടോ. അതായത് പ്രകൃതി ചിത്രൻ ഉണ്ട്, വേദന ഓർ നിരാശ, നാരി പ്രേം ഓർ സൗന്ദര്യക ചിത്രൻ, മാനവതാവാദ്, പിന്നെ വ്യക്തിവാദ് की പ്രധാനത. ഇതാണ് ഛായാവാദിലെ പ്രധാനപ്പെട്ട വിശേഷതകൾ. ഇനി ഛായാവാദിലെ 4 സ്തംഭങ്ങളുണ്ട്. 4 സ്തംഭങ്ങളുണ്ട് ഛായാവാദിന്. 4 സ്തംഭങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഛായാവാദ് എന്ന് പറയുന്നത് കുറച്ച്, അതായത് നമുക്ക് എപ്പോൾ ഒരു കാറ്ററ്റ് എക്സാം എടുത്താലും ഛായാവാദ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അതിലുണ്ട്. കാരണം ഈ 4 സ്തംഭങ്ങൾ, അവരുടെ റൈറ്റപ്സ്, ഇതിനൊക്കെ പറ്റിയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും കാറ്ററ്റിന് ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഛായാവാദിലെ 4 സ്തംഭങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. പ്രസാദ്, പന്ത്, നിരാല, വർമ്മ. അപ്പോ ജയശങ്കർ പ്രസാദ് ആണ് ഫസ്റ്റത്തെ. ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദ് പത്ത്, സൂര്യകാന്ത് ത്രിപാഠി, നിരാല, മഹാദേവി വർമ്മ.
ജയശങ്കർ പ്രസാദ് ജിയുടെ സമയസീമ, ആള് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1889 മുതൽ 1937 വരെയുള്ള കാലഘട്ടമായിരുന്നു ആളുടെ ജീവിത കാലഘട്ടം. അതുപോലെ സുമിത്രാനന്ദ് പന്തിന്റെ 1899 മുതൽ 1961 വരെയുള്ള കാലഘട്ടമായിരുന്നു. നിരാലയുടെ 1900 മുതൽ 1977 വരെയുള്ള കാലഘട്ടമായിരുന്നു. മഹാദേവി വർമ്മയുടെ 1907 മുതൽ 1987 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു 4 സ്തംഭങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 പേരുടെയും രചനകളുടെ പ്രധാനപ്പെട്ട ആൾ എന്ത് രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ 4 ലൈനിൽ തന്നിരിക്കുന്നത് കേട്ടോ. അതായത് പ്രസാദ് ജീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, പ്രസാദിനെ പരം സത്ത, സത്താക്കോ ബാഹർ ഗോജ, അതായത് പരം സത്താക്കോ ബാഹർ ഗോജ, ആ ടൈപ്പിലുള്ള എന്താണ് ആ ടൈപ്പ് ഓഫ് റൈറ്റപ്സ് ആണ് ആളുടെ. മഹാദേവി വർമ്മയുടെ എന്താണ്, പ്രേം ഓർ വേദന. മഹാദേവി വർമ്മയുടെ റൈറ്റപ്സിൽ കൂടുതലും പ്രേമവും വേദനയാണ് കാണുന്നത്. പന്തിന്റേല് പ്രകൃതി പ്രേമ, പ്രകൃതി വർണ്ണൻ, അതുപോലെ അങ്ങനത്തെ രചനകളാണ് പന്തിന്റേല് കൂടുതലായും കണ്ടുവരുന്നത്. നിരാലയുടേല് തത്വജ്ഞാൻ. നിരാലജിയുടെ റൈറ്റപ്സില് ആളുടെ രചനകളിൽ കൂടുതലും തത്വജ്ഞാനിനെ പറ്റിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് चार स्तंभ छायावाद 4 स्तंभों में महत्वपूर्ण स्थान है महादेवी वर्मा जी को. അപ്പോൾ हम महादेवी वर्मा जी के बारे में देखेंगे. നമ്മൾ പറഞ്ഞു 4 സ്തംഭങ്ങളിൽ ഏറ്റവും പ്രമുഖയായ ആളാണ് ആര്, മഹാദേവി വർമ്മ. 1907 മുതൽ 1987 വരെ ആയിരുന്നു ആളുടെ ജനന കാലഘട്ടം, അല്ലെങ്കിൽ ആള് ജീവിച്ചിരുന്ന കാലഘട്ടം. 1907 ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലായിരുന്നു ജനനം. 1887 മരണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടവും സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം നന്നായി മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു നമ്മുടെ വർമാജി. പിന്നെ ഗോവിന്ദ് പ്രസാദ് വർമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആളൊരു കോളേജ് പ്രൊഫസർ ആയിരുന്നു. അമ്മ ഹേമാറാണി ദേവി മ്യൂസിക്കിലും ഭക്തിയിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ആളായിരുന്നു. പിന്നെ നമ്മുടെ മഹാദേവി ജിക്ക് ഡബിൾ MA എടുത്തൊരാളാണ്. പ്രയാഗ് വിശ്വവിദ്യാലയത്തിൽ നിന്നും 1931 സംസ്കൃതത്തിലും 1933 ദർശൻ ശാസ്ത്രത്തിലും എന്താണ് MA എടുത്ത ആളാണ് മഹാദേവി വർമ്മ ട്ടോ. മഹാദേവി വർമ്മയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആളൊരു ടീച്ചറായിട്ടാണ് കരിയർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രയാഗ് മഹിളാ വിദ്യാപീഠിലെ പ്രിൻസിപ്പൾ ആയിരുന്നു ആര്, മഹാദേവി വർമ്മ. സാഹിത്യകാരിയാണ്, പെയിന്റർ ആണ്, ഒരു ട്രാൻസ്ലേറ്റർ കൂടിയാണ് ആര്, മഹാദേവി വർമ്മ. ഇനി മഹാദേവി വർമ്മ പറ്റി പറയുമ്പോ എന്താണ്, कवि निराला उन्हें हिंदी के विशाल मंदिर की सरस्वती मानती है. അതായത് നമ്മുടെ നിരാലയും മഹാദേവി വർമ്മയും വളരെയധികം ഫ്രണ്ട്സ്, അവർ തമ്മിലുള്ള ബന്ധം വളരെ ഡീപ്പാന്നാണ് പറയുന്നത്. ലൈക്ക് ഒരു 40 ഇയേഴ്സോളം, ഒരു 40 വർഷത്തോളം മഹാദേവി വർമ്മ നിരാലയ്ക്ക് എന്ത് ചെയ്തു, രാഖി കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ കവി നമ്മുടെ നിരാലാജി പറയുന്നത് മഹാദേവി വർമ്മനെ പറ്റി പറയുന്നതാണ്. ഹിന്ദിക്ക് വിശാല മന്ദിർ, ഹിന്ദിയിലെ വിശാലമായ മന്ദിരത്തിലെ സരസ്വതിയായിട്ടാണ് ആരെ കാണുന്നത്, മഹാദേവി വർമ്മയെ കാണുന്നത്. ഇത് പറഞ്ഞത് ആരാന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്തറിയണം, നിരാലാജിയാണ് കേട്ടോ അത് പറഞ്ഞത്. പിന്നെ ആധുനിക കാലഘട്ടത്തിലെ മീര എന്നറിയപ്പെടുന്നത് ആരാണ്, മഹാദേവി വർമ്മയാണ്. പിന്നെ മഹാദേവി വർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയാണ് യാമ. യാമയ്ക്ക് 1982 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.
1982 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1956 പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. 1988 പത്മവിഭൂഷണും ആൾക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 1982 യാമയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. അതുപോലെ 1956 പത്മഭൂഷണം കിട്ടിയിട്ടുണ്ട്. 1988 പത്മവിഭൂഷണം കിട്ടിയിട്ടുണ്ട് ആൾക്ക്. പിന്നെ ഛായാവാദ് കി ശക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഛായാവാദ് കി ശക്തി കി നാം സെ മഹാദേവി വർമ്മ ജാനി ജാതി ഹെ. വേദന കി കവയത്രി എന്നും അറിയപ്പെടുന്നത് ആരാണ്? മഹാദേവി വർമ്മയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു നിരാല മഹാദേവി വർമ്മയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദി വിശാല മന്ദിർ കി സരസ്വതി ആണെന്ന്. ഹിന്ദിയുടെ വിശാലമായ മന്ദിരത്തിലെ സരസ്വതിയാണ് ആര്? മഹാദേവ് വർമ്മ. ആധുനിക മീര, ഛായാവാദ് കി ശക്തി, അതുപോലെ വേദന കി കവയത്രി എന്നെല്ലാം അറിയപ്പെടുന്നതാണ് മഹാദേവ് വർമ്മ. 1982 യാമയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ 1956 പത്മഭൂഷണും 1988 പത്മവിഭൂഷണും ലഭിച്ചു. ഗദ്യസാഹിത്യം. ഇനി മഹാദേവ് വർമ്മയുടെ ഗദ്യസാഹിത്യത്തെ പറ്റി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മഹാദേവി വർമ്മ എന്ന് പറയുന്നത് വേദനയുടെ കവയിത്രി എന്ന് പറഞ്ഞു. അത് പറയാനായിട്ടൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവി വർമ്മയെ മഹാദേവി വർമ്മയുടെ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ എന്താണ് വിവാഹം കഴിഞ്ഞു. വിവാഹം സ്വരൂപ് നാരായൺ വർമ്മയുമായിട്ടായിരുന്നു ആളുടെ വിവാഹം കഴിഞ്ഞത്. ആ ഒരു വിവാഹ ജീവിതം അത്രയും ഒരു ഹാപ്പിനെസ്, ഒരു സുഖകരമായിരുന്നില്ല. അതിനെ തുടർന്നാണ് ആളുടെ സാഹിത്യങ്ങളിൽ ചെറുതായിട്ട് വിരഹവും വേദനയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. നമ്മൾ പിന്നെ മഹാദേവി വർമ്മയുടെ ഗദ്യ സാഹിത്യങ്ങൾ ഏതാണെന്ന് നോക്കാം. अतीत के चलचित्र, स्मृति की रेखाएं, मेरा परिवार, श्रृंखला की कड़ियां, साहित्यकार की आस्था और उनका निबंध, പദ് കെ സാത്തി. അതായത് മഹാദേവ് വർമ്മയുടെ കാലഘട്ടത്തിൽ അന്യരചനകാർക്ക് ബാരേമേ ലിഖി ഗയി. അതായത് ഈ പദ് കെ സാത്തി എന്ന് പറയുന്നത് മഹാദേവ് വർമ്മയുടെ കാലഘട്ടത്തിലെ അന്യരചനകൾ രചിച്ചിരുന്ന സാഹിത്യകാരന്മാരെ പറ്റി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ഈ പദ് കെ സാത്തി എന്ന് പറയുന്നത്. संकल्पिता, विवेचनात्मक गंध, हिमालय. इन महादेव वर्മ്മയുടെ ഗദ്യസാഹിത്യങ്ങൾ അതീത് കെ ചലച്ചിത്ര, स्मृति की रेखाएं, मेरा परिवार, श्रृंखला की कड़ियां, साहित्यकार की आस्था और अन्य निबंध, पद के साथी, संकल्पिता, വിവേചനാത്മക ഗദ്ദ്, ഹിമാലയ്. ഇനി മഹാദേവ് വർമ്മയുടെ കാവ്യരചനകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിഹാർ, രശ്മി, നീരജ, സന്ധ്യാഗീത്, യാമ, ദീപശിഖ, സപ്തപർണ, ദീപശിഖ, യാമ, സന്ധ്യാഗീത്, നീരജ, രശ്മി, നിഹാര. ഇതാണ് മഹാദേവയുടെ കാവ്യരചനകൾ. ഇതിനകത്ത് ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നത് അത് ഗില്ലു മഹാദേവ് വർമ്മയെ മേരാ പരിവാർ എന്നുള്ള നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗദ്യസാഹിത്യമാണ് മേരാ പരിവാർ പറഞ്ഞു. അതില് കേട്ടറ്റിനെ ചോദിച്ചു കാണുന്നതാണ് ഗില്ലു മഹാദേവ് वर्मा की मेरा परिवार नामक कृति से लिया गया एक भाग है जिसे
लिया गया एक भाग है, जिसे लेखिका ने एक गिलहरी का मनुष्य के प्रति प्रेम भाव का वर्ण किया गया है। यह उनके एक निजी जीवन के आलस घटना पर आधारित है. അതായത് ഗില്ലു എന്ന് പറയുന്ന ഒരു സ്ക്വിറലാണ് കേട്ടോ, ഗിൽഹരി. അത് നമ്മുടെ മഹാദേവ് വർമ്മയുടെ അതൊരു മനുഷ്യനും അതായത് ഗിൽഹരിക്ക് മനുഷ്യനോടുള്ള ഒരു പ്രേമവും പ്രേമിക്ക മനോഭാവം അത് ആ ഒരു വർണ്ണനയാണ് ആ ഒരു കാവ്യഭാഗത്തിൽ ആ ഒരു കൃതിയിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ഗിൽഹരി മഹാദേവ് വർമ്മയുടെ കൃതിയിലത്തെ ഏത് കൃതിയിൽ അല്ലെങ്കിൽ ഏത് കാവ്യധാരയുടെ ക്യാരക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം മേരാ പരിവാർ എന്നുള്ളതിലെ ഒരു ക്യാരക്ടറാണ് ഗില്ലു ട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ചാർ സ്തംഭങ്ങളിൽ അടുത്ത അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരാളാണ് സുമിത്രാനന്ദ് പന്ത്. അതായത് സുകുമാർ കവി, പ്രകൃതിയുടെ സുകുമാർ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? സുമിത്രാനന്ദ് പന്ത് ജി ആണ്. 1900 മുതൽ 1977 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. 1900 ഉത്തരാഖണ്ഡിലെ അൽമോറ ഡിസ്ട്രിക്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ അവിടുത്തെ ഒരു ലോക്കൽ ട്രീ ഫാക്ടറിയിലെ മാനേജർ ആയിരുന്നു. സോ അത്യാവശ്യം ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ ആളുടെ ബച്പൻ മേഹി മാക്കാ മൃത്യു ഹുവ, അതായത് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ 7-ാം വയസ്സിൽ അദ്ദേഹം 7-ാം വയസ്സിലാണ് കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം കവിതകൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത് 7-ാം വയസ്സിലാണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ എഴുതിയ കവിതകളുടെ സമാഹാരത്തിന്റെ പേരാണ് വീണ. അത് നമ്മൾ കാണുന്നുണ്ട് താഴെ, നമ്മൾ രചനകൾ നോക്കുമ്പോൾ അതിൽ വരുന്നുണ്ട് കേട്ടോ വീണ. പിന്നെ ബാല്യനാമം, നമ്മുടെ പന്തിന്റെ ബാല്യനാമം എന്ന് പറയുന്നത് എന്താണ്? ഗോസായി ദത്ത് എന്നായിരുന്നു പന്ത്ജിയുടെ ബാല്യനാമം. പ്രഥമ ഛായാവാദി രചന, അദ്ദേഹത്തിന്റെ പ്രഥമ ഛായാവാദി രചന എന്ന് പറയുന്നത് ഉച്ഛ്വാസ് ആണ്. അന്തിം രചന, അവസാനത്തെ രചന ഗുഞ്ചൻ. ലോകായതൻ ഈ അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് ലോകായതൻ. ഈ ലോകായതനില് അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ജീവൻ പർ ലിഖാ ഹൈ, മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു രചനയാണ് ലോകായതൻ. ലോകായതൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് പോവാട്ടോ. ഹിന്ദിയിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പോയിട്ട്, ഹിന്ദിയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ സുമിത്രാനന്ദ് പന്തിനാണ്. ചിദംബര പ്രഥമം, അതായത് നമ്മൾ പറഞ്ഞു ചിദംബരയാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച രചന അദ്ദേഹത്തിന്റെ. 1968 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1961 അദ്ദേഹത്തിന് പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ 1900 മുതൽ 1977 വരെ നിലനിന്ന കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹം 7 വയസ്സുള്ളപ്പോൾ തൊട്ട് രചനകൾ എഴുതാൻ തുടങ്ങി. ആ രചനകൾ എഴുതിയ കവിതാ സമാഹാരം വീണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രഥമ ഛായാവാദി രചന എന്ന് പറയുന്നത് ഉച്ഛ്വാസ് ആണ്. അന്തിമ രചന അവസാനമായി രചിച്ചത് ഗുജനാണ്. ലോകായതൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു രചനയാണ്. പിന്നെ ചിദംബരയ്ക്കാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1968 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്.
പിന്നെ പല്ലവ്. പല്ലവ് की भूमिका पत्र छायावाद का ഘോഷണ എന്നറിയപ്പെടുന്നു. അതായത് പല്ലവിക്ക് ഭൂമിക പത്ര ഛായാവാദിന്റെ ഘോഷണ എന്നറിയപ്പെടുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അരവിന്ദ് ദർശൻ സെ പ്രഭാവിത് ഛായാവാദി സാഹിത്യകാരനാണ്. അതായത് അരവിന്ദ് ദർശനിൽ നിന്ന് പ്രഭാവം ഉൾക്കൊണ്ടിട്ടാണ് ഛായാവാദി സാഹിത്യകാരനായിട്ട് ആര് മാറിയത്? പന്ത് മാറിയത് ട്ടോ. അതുപോലെ സമ്പൂർണ്ണ സാഹിത്യത്തിലും സത്യ, ശിവം, സുന്ദരം അങ്ങനെയുള്ള ആ ഒരു സിഗ്മ കൊണ്ടുവരാനായിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്? നമ്മുടെ പന്ത്ജി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹെയർ കട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് മിലിറ്ററി ലീഡർ ആയിട്ടുള്ള നെപ്പോളിയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു ആരുടേത്? പന്തിൻ്റെത് ട്ടോ. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകൾ നമുക്കൊന്ന് നോക്കാം. ഗുർജേക ദണ്ഡ് എന്ന് പറയുന്നത് പന്തിന്റെ പെഹലി കവിത, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ് ഗുർജേക ദണ്ഡ്. ഗ്രാമ്യ, യുഗവാണി, യുഗപദ്, യുഗഗത്, പതഞ്ജർ, ഗുഞ്ചൻ, വീണ, പല്ലവ്. വീണ നമ്മൾ പറഞ്ഞു, അദ്ദേഹം ചെറുപ്പത്തില് എഴുതി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളുടെ കവിതാ സമാഹാരങ്ങൾ വീണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പല്ലവ് ഗുർജേക ദണ്ഡ്, ഗ്രാമ്യ, യുഗവാണി, യുഗാത്, പതഞ്ജർ, ഗുഞ്ചൻ, വീണ, പല്ലവ്, യുഗപദ് ട്ടോ. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകൾ. ഇനി അദ്ദേഹത്തിന്റെ അന്യരചനകൾ, കുറച്ച് മറ്റു രചനകളൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ലോകായൻ നമ്മൾ പറഞ്ഞു, ലോകായതൻ നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള രചനയാണെന്ന് പറഞ്ഞു. പിന്നെ സ്വർണകിരൺ, സ്വർണധൂളി, ഇതെല്ലാം ആത്മികമായിട്ടുള്ള രചനകളാണ് കേട്ടോ അദ്ദേഹത്തിന്റെ. പിന്നെ ഉത്തര, അതിമ, വാണി, കല ഓർ ബുഡാ ചാന്ദ്. ജയശങ്കർ പ്രസാദ്, ഇന്ന് നമ്മളിപ്പോ പറഞ്ഞു നടത്തിയത് ആരെ പറ്റിയിട്ടായിരുന്നു? സുമിത്രാനന്ദ് പന്തിനെ പറ്റിയിട്ടായിരുന്നു. ഇനി 4 സ്തംഭങ്ങളിൽ അടുത്ത പ്രമുഖനാണ് ആര്? ജയശങ്കർ പ്രസാദ് ജിയുടെ സമയസീമ എന്ന് പറയുന്നത് 1989 മുതൽ 1937 വരെയുള്ള കാലഘട്ടമായിരുന്നു ജയശങ്കർ പ്രസാദ് ജിയുടെ കാലഘട്ടം. ഇതില് അദ്ദേഹം 1889 വാരാണസിയിൽ ജനനം. അമ്മ മുന്നി ദേവി, പിതാ ദേവി പ്രസാദ്. ഉപനാമം, അദ്ദേഹത്തിന്റെ ഉപനാമം എന്തായിരുന്നു? ജാർഖണ്ഡി കലാധർ ആയിരുന്നു. 2 പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ജാർഖണ്ഡി എന്നും കലാധർ എന്നും അദ്ദേഹത്തിന്റെ ഉപനാമമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? മോഹിനിലാൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. കാവ്യ ഓർ കാവ്യം ഓർ സൗന്ദര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രസാദ് ജി ആണ് കേട്ടോ, ജയശങ്കർ പ്രസാദ് ജി ആണ് കേട്ടോ. പിന്നെ ജയശങ്കർ പ്രസാദ് ജിനെ പറയുമ്പോൾ ജയശങ്കർ പ്രസാദ് ജിയുടെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനയാണ് കാമായനി. അതൊരു മഹാകാവ്യമാണ്. അതായത് തുളസീദാസിന്റെ രാമചരിതമാനസിന് ശേഷം ഹിന്ദിക്ക് കിട്ടിയ ബജാഡ് മഹാകാവ്യം, ദൂസര ബജാഡ് മഹാകാവ്യം എന്നറിയപ്പെടുന്നതാണ് ആര്? രാമായണി. തുളസീദാസിന്റെ രാമചരിതമാനസിന് ശേഷം ഹിന്ദിക്ക് കിട്ടിയ ദൂസര ബജാഡ് മഹാകാവ്യം എന്നറിയപ്പെടുന്നതാണ് രാമായണി ട്ടോ. ഛായാവാദിന്റെ ഉപനിഷത്ത് എന്നും എന്തറിയപ്പെടും? കാമായനി അറിയപ്പെടുന്നു ട്ടോ. ഛായാവാദിന്റെ ഉപനിഷത്ത് എന്നും ആരറിയപ്പെടുന്നു? കാമായനി അറിയപ്പെടുന്നു. ചിന്താ സെ പ്രാരംഭ കർ
चिंता से प्रारंभ कर ആനന്ദ് തക് 15 സർഗങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേ. അതിൽ നമ്മളെ പറഞ്ഞു കാമായനിക്ക് 15 സർഗങ്ങളുണ്ട്. ചിന്ത എന്ന സർഗത്തിൽ നിന്നും തുടങ്ങി ആനന്ദ് എന്ന സർഗത്തിൽ അവസാനിക്കുന്നു. ചിന്ത എന്ന സർഗത്തിൽ നിന്ന് തുടങ്ങി ആനന്ദ് എന്ന സർഗത്തിൽ ആനന്ദ് എന്ന 15 സർഗങ്ങളുണ്ട്. പിന്നെ പ്രതീകാത്മക കാവ്യ എന്നും കാമായനി അറിയപ്പെടുന്നു. പ്രതീകാത്മക കാവ്യമായിട്ടും കാമായനി അറിയപ്പെടുന്നു. മനോവൈജ്ഞാനിക് കാവ്യമായിട്ടും അറിയപ്പെടുന്നു. രൂപകാവ്യമായിട്ടും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഛായാവാദിക്ക് ഉപനിഷത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഛായാവാദിന്റെ ഉപനിഷത്തായും കാമായനിയെ വിശേഷിപ്പിക്കുന്നു. ശാന്തി പ്രസാദ് ദ്വിവേദിയാണ് എന്ത് വിശേഷിപ്പിച്ചത്? ശാന്തി പ്രസാദ് ദ്വിവേദിയാണ് ഛായാവാദിന്റെ ഉപനിഷത്ത്, കാമായനി ഛായാവാദിന്റെ ഉപനിഷത്താണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശാന്തി പ്രസാദ് ദ്വിവേദിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പ്രതീകാത്മക കാവ്യമാണ് എന്ത് കാവ്യമായ കാമായനിയിലെ മഞ്ഞു. ഈ കാമായനിയുടെ ഒരു കഥ എന്ന് പറയുന്നത് മഞ്ഞു ഓർ ശ്രദ്ധ, പ്രതീകാത്മക ഒരു കാവ്യരചനയാണെന്ന് പറഞ്ഞു. മഞ്ഞു ഓർ ശ്രദ്ധയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. മഞ്ഞു मन्नु और श्रद्धा के माध्यम मानव जीवन की संपूर्ण कहानी मनोवैज्ञानिक ढंग से कही गई है. മഞ്ഞു എന്ന് പറയുന്നത് ഒരു പ്രളയത്തിൽ അകപ്പെട്ടു പോയ ഒരു മെയിൽ ക്യാരക്ടർ ആയിരുന്നു. ഹിമഗിരി, അതായത് ഒരു പ്രളയത്തിൽ മഞ്ഞു അകപ്പെടാൻ ഉണ്ടാവുന്നത്. എന്നിട്ട് അദ്ദേഹം ഹിമഗിരിയുടെ ഉത്തുംഗത്തിൽ എത്തിച്ചേരുന്നു. ഉത്തുംഗത്തിൽ എത്തുമ്പോൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് ആര് കണ്ടുമുട്ടുന്നു? അപ്പോഴവിടെ ശ്രദ്ധ എന്നൊരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. പിന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും തുടർന്ന് ശ്രദ്ധയിൽ കുമാർ എന്നൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. ഈ കുമാർ ഉണ്ടായതിനു ശേഷം ശ്രദ്ധയ്ക്ക് കുമാറിനോട് ഒരുപാട് സ്നേഹവും അടുപ്പവും ഉണ്ടാവുന്നു. അപ്പൊ അതിൽ മനം നൊന്ത് നമ്മുടെ മനു എന്താ ചെയ്യുക? ശ്രദ്ധയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രദ്ധ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നത്തില് മനു ഭയങ്കര കഷ്ടത്തിലാണ്, അല്ലെങ്കിൽ മനു ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു എന്ന് സ്വപ്നം കാണുകയും അതിനെ തുടർന്ന് മനുവിനെ അന്വേഷിച്ചു പോകുകയും പിന്നീട് മനുവിനെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് കാമായനിയിലെ പ്രധാനപ്പെട്ട കഥ കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിക്കും, ഈ മനു ക്യാരക്ടേഴ്സ് പറഞ്ഞു, മനു, ശ്രദ്ധ, ഇട, കുമാർ, ഈ ഓരോ ക്യാരക്ടേഴ്സും എന്തിന്റെ പ്രതീകാത്മകമാണ്, എന്തിന്റെ പ്രതീകങ്ങളാണെന്ന് ചോദിക്കും. ഈ മനു എന്ന് പറയുന്നത് മൻ എന്നതിന്റെ പ്രതീകമാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രതീകമാണ്. ഇട എന്ന് പറയുന്നത് ബുദ്ധിയുടെ പ്രതീകമാണ്. കുമാർ എന്ന് പറയുന്നത് മാനവ് എന്നതിന്റെ പ്രതീകമാണ്. അപ്പൊ ഈ 4 നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കാട്ടോ. ഇനി ജയശങ്കർ പ്രസാദ് ജിക്ക് നാടകങ്ങള്. ജയശങ്കർ പ്രസാദ് ജിയുടെ നാടകങ്ങള് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കരുണാലയ്, സജ്ജൻ, प्रायश्चित, कल्याणी परिणय, विशाखा, आजाद शत्रु, जन्मेजय का नाग यज्ञ, कामना, स्कंदगुप्त, एक दुंड, चंद्रगुप्त, ധ്രുവസാമിനി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് കരുണാലയ്, സജ്ജൻ, പ്രായശ്ചിത്ത, കല്യാണി പരിണയ്, വിശാഖ, അജാത് ശത്രു, ജന്മേജയ് കാ നാഗയജ്ഞ, കാമന, സ്കന്ദഗുപ്ത്, ഏക് ദുണ്ട്, ചന്ദ്രഗുപ്ത്, ധ്രുവസാമിനി. ഇനി ജയശങ്കർ പ്രസാദ് ജിയുടെ കാവ്യരചന, പ്രധാനപ്പെട്ട കാവ്യരചനകൾ നമുക്കൊന്ന് നോക്കാം. പ്രേമ,
പ്രേം പതിക്. പ്രേം പതിക് പിന്നെ കരുണാലയം നമ്മൾ പറഞ്ഞു. കരുണാലയം എന്താ ഒരു കാവ്യ നാടകമാണ് കേട്ടോ. പിന്നെ മഹാരാണ കാ മഹത്വ, ചിത്രധാര, കാനൻ കുസും. കാനൻ കുസും ഗഡിബോലിമേ പ്രഥമ കാവ്യമായി കണക്കാക്കപ്പെടുന്നു. കാനൻ കുസും ഗഡിബോലിയിലെ പ്രഥമ കാവ്യമായിട്ട് കണക്കാക്കുന്നു കേട്ടോ. ജർന എന്താണ്? ഇതുപോലെ തന്നെ ഛായാവാദിലെ പ്രഥമമായിട്ടുള്ള ഛായാവാദ് പ്രഥമ കാവ്യം, പ്രഥമ പ്രയോഗശാല എന്നറിയപ്പെടുന്നു. ഛായാവാദ് പ്രഥമ പ്രയോഗശാല എന്നറിയപ്പെടുന്നു കേട്ടോ. ആസു ഹിന്ദിക്ക് മേഘദൂത് എന്നറിയപ്പെടുന്നു. ഹിന്ദിയിലെ മേഘദൂത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ജയശങ്കർ പ്രസാദ് ജിയുടെ ആൻസു ആണ് കേട്ടോ. അതില് 133 ചന്തോം ഓർ വിരഹമാണ് അതിലെ പ്രധാനമായിട്ടും പറയുന്നത് ആംസുവിൽ കേട്ടോ. പിന്നെ ലഹർ, ഈ കാനൻ കുസും, ജർന, ആംസു, ലഹർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഇത് നന്നായി പഠിക്കാൻ ശ്രമിക്കുക, ഓർത്ത് വെക്കുക. ജയശങ്കർ പ്രസാദ് ജിയുടെ ആണെന്ന് ഓർത്ത് വെക്കുക. ഗഡിബോലിയിലെ പ്രഥമ കാവ്യമായിരുന്നു കാനൻ കുസും. അതുപോലെ ഛായാവാദിക്ക് പ്രഥമ പ്രയോഗശാല എന്നറിയപ്പെടുന്നതാണ് ജർന. ഹിന്ദിക്ക് മേഘദൂത് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസു ആണ് ഹിന്ദിയിലെ മേഘദൂത് എന്നറിയപ്പെടുന്നത്. ലഹർ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ജയശങ്കർ പ്രസാദ് ജിയുടെ പ്രധാന കഹാനി സംഗ്രഹം ഏവം ഉപന്യാസ്. കഹാനികൾ നമുക്ക് നോക്കാം. ഛായ, പ്രതിധ്വനി, ആകാശദീപ്, ആന്തി, ഇന്ദ്രജാൽ. അതുപോലെ അദ്ദേഹത്തിന്റെ ഉപന്യാസം കങ്കാൾ, തിത്തലി, ഈറാവതി. പ്രഥമ കഹാനികളാണ് ഛായ, പ്രതിധ്വനി, ആകാശദീപ്, ആന്തി, ഇന്ദ്രജാൽ. ഉപന്യാസമാണ് കങ്കാൾ, തിത്തലി, ഈറാവതി. സൂര്യകാന്ത് ത്രിപാഠി നിരാല. നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ലാസ്റ്റ്, അതായത് നമ്മൾ മഹാദേവ് വർമ്മനെ പറ്റി പറഞ്ഞു, സുമിത്രാനന്ദ് പന്തിനെ പറ്റി പറഞ്ഞു, ജയശങ്കർ പ്രസാദിനെ പറ്റി പറഞ്ഞു. ഇനി ഛായാവാദിലെ 4 സ്തംഭങ്ങളിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുള്ള ഒരാളാണ് ആര്? സൂര്യകാന്ത് ത്രിപാഠി നിരാല. നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും അവസാനത്തെ ആളാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല. 1896 മുതൽ 1961 വരെ ആയിരുന്നു ആളുടെ സമയസീമ, അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. 1896 ഉത്തരാഖണ്ഡിലാണ് നിരാലാജിയുടെ ജനനം കേട്ടോ. അദ്ദേഹത്തിന്റെ ഫാദർ രാം സഹായ് ത്രിപാഠി. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് രാം സഹായ് ത്രിപാഠി. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പത്നി അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു. അതായത് യങ് ഏജിലെ തന്നെ, നിരാലയുടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അമ്മയുടെ മൃത്യു സംഭവിച്ചു. അമ്മയ്ക്ക് പത്നിയുടെ പേരാണ് മനോഹര ദേവി. പുത്രിയായിരുന്നു സരോജ. ഈ സരോജയും, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫ്ലൂവല്ല, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ 5 പേര് എന്തോ ഒരു അസുഖം മൂലം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും അടക്കം ഭാര്യയും മകളും അടക്കം 5 പേര് അയാളുടെ ഫാമിലിയിൽ നിന്ന് മരണം സംഭവിക്കുകയുണ്ടായിരുന്നു. ഒരു പകർച്ചവ്യാധി മൂലമാണ് ആ മരണം സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രഥമ കവിതയാണ് ജൂഹി കി കലി. ജൂഹി കി കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ കാവ്യ സംഗ്രഹമാണ് അനാമിക. മുക്തക് ചന്ദ് ക പ്രവർത്തക് എന്നറിയപ്പെടുന്ന അദ്ദേഹം. ഛായാവാദ് ക ശാൽ ക പുരുഷ്.
ശാൽക്ക പുരുഷ്, ശാലക പുരുഷ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സൂര്യകാന്ത് ത്രിപാഠി നിരാലാജിയാണ് ട്ടോ. ഇനി നമ്മുടെ നിരാലാജിയുടെ പ്രധാന കാവ്യസംഗ്രഹങ്ങൾ നമുക്ക് നോക്കാം. അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസില് 101 ചന്ത് ഉണ്ട്. അതൊരു ഖണ്ഡകാവ്യമാണ് ട്ടോ. 101 ചന്ത് അടങ്ങിയിരിക്കുന്നു. പിന്നെ അതൊരു ഖണ്ഡകാവ്യമാണ്. കുക്കുറുമുത്ത, അണിമ, നയേ പത്തേ, അർജുന, ആരാധന, ഗീത് ഗുഞ്ച് ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാവ്യസംഗ്രഹങ്ങൾ ട്ടോ. ഇനി അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങൾ നമുക്ക് നോക്കാം. അപ്സര, അളക, പ്രഭാവതി, നിരുപമ ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ. അപ്സര, അളക, പ്രഭാവതി, നിരുപമ. ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രധാന കാവ്യരചനയാണ് അല്ലെങ്കിൽ കാവ്യസംഗ്രഹമാണ് അനാമിക. നമുക്ക് അനാമികനെ പറ്റി ഒന്ന് നോക്കാം. അനാമിക കാവ്യസംഗ്രഹമാണ് നമ്മൾ പറഞ്ഞു. അതിലെ അനാമികയിലെ പ്രധാന കൃതികളാണ് പറയാൻ പോകുന്നത് ട്ടോ. സരോജ സ്മൃതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മുടെ നിരാലാജിയുടെ മകളും ഭാര്യയും ഒക്കെ ഫാമിലി മെമ്പേഴ്സ് 5 പേരും മരിച്ചുപോയി എന്ന് പറഞ്ഞു. പകർച്ചവ്യാധി മൂലം മരിച്ചുപോയെന്ന് പറഞ്ഞു. 18 വയസ്സുള്ള ഒരു പുത്രിയാണ് അദ്ദേഹത്തിന്റെ മരിച്ചത്. അപ്പൊ ആ പുത്രി മരിച്ചതിന്റെ വേദനയെ തുടർന്ന് എഴുതിയതാണ് സ്മൃതി, അതായത് സരോജ് സ്മൃതി എന്ന് പറയുന്നത്. സരാജ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ പേര് ട്ടോ. രാംകി ശക്തി പൂജ, അല്ലെങ്കിൽ സീതയുടെ മുക്തിയായിരുന്നു അതിലെ പ്രധാനമായിട്ടുള്ള വിഷയം. തോടുത്തി പത്തർ എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ഇലഹാബാദിൽ പോകുന്ന സമയത്ത് ഈ റോഡ് പണിക്കായിട്ട് ഒരു സ്ത്രീ ഇരുന്ന് കല്ല് പൊട്ടിക്കുന്നത് കാണുകയാണ്. അപ്പോ മസ്ദൂർ വർഗക്ക് ദയനീയത അതാണ് തോടുത്തി പത്തറിൽ പറയുന്നത് ട്ടോ. പിന്നെ രേഖ, സച്ച് ഹേ, പ്രയാസി, സാമ്രാട്ട് എഡ്വേർഡ് കി പ്രതി ഇതാണ് അനാമികയിലെ പ്രധാന കൃതികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ട്ടോ. ഇനി പരിമളിൽ നമുക്ക് നോക്കാം. പരിമൾ എന്ന് പറയുന്നത് ഒരു കാവ്യസംഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലെന്ത് പ്രധാനപ്പെട്ടതാണ് ജൂഹി കി കലി ആ ഒരു കവിതയാണ് ട്ടോ. അതായത് ജൂഹി കി കലി വിജൻ വൻ തൊട്ടിട്ട് മഖൻ വരെയുള്ളത്. ആ ലൈൻസ് നമ്മളോട് ചോദിക്കും, ഈ ലൈൻസ് ഏത് കവിതയിലെ ലൈൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് കവിതയിലെ ലൈൻസ് ആണ്? ജൂഹി കി ഗലി എന്നുള്ള പോയത്തിലെ ലൈൻസ് ആണ് ട്ടോ അത്. പിന്നെ വിധവ, ഭിക്ഷുക്ക്, പഞ്ചവടി പ്രസംഗ്, സന്ധ്യാസുന്ദരി, ബാദൽ രാഗ്, അദിവാസ് ഇതെല്ലാമാണ് പരിമളിലെ അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാമാണ് പരിമൾ എന്ന കാവ്യ സംഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്നത്. ജൂഹി കി കലിയിലെ ഒരു 2 വരി പോയമാണ് തന്നിരിക്കുന്നത്. വിജൻ തൊട്ടിട്ട് മകൻ വരെയുള്ളത്. ആ ലൈൻ നന്നായി ഓർത്തു വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ഇങ്ങനെ ലൈൻസ് തന്നിട്ട്, ഏതെങ്കിലും കവിതകളുടെ ലൈൻസ് തന്നിട്ട് അത് ഏത് കവിതയിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ലൈൻസ് എഴുതിയത് ആരാണെന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് അറിയണം. പിന്നെ വിധവ, ഭിക്ഷുക്, പഞ്ചവടി പ്രസംഗ്, സന്ധ്യാസുന്ദരി, ബാദൽ രാഗ്, അദിവാസ് ഇതെല്ലാമാണ് പരിമളിലെ കൃതികൾ ട്ടോ. പരിമളിൽ അടങ്ങിയിരിക്കുന്ന കാവ്യസംഗ്രഹങ്ങൾ ട്ടോ. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞു ഛായാവാദിലെ വളരെ പ്രമുഖരായിട്ടുള്ള 4 പേരെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. ഇനി അതുപോലെ തന്നെ മറ്റു കുറച്ച് പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഉദയ് ശങ്കർ ഭട്ട് അദ്ദേഹത്തിന്റെ കൃതികളാണ്
अमृता अमृता और वेस्ट विसर्जन मानसी അമൃത ഓർ വേസ്റ്റ് വിസർജൻ ഓർ മാനസി. അത് എഴുതിയത് ആരാണ്? ഉദയ് ശങ്കർ ഭട്ട്, ഡോക്ടർ സുകുമാർ വർമ്മ. രൂപരാശി നിശ്ചിത്, ചിത്രരേഖ ആകാശ് ഗംഗ, ഗോപാൽ സിംഗ് നേപ്പാളി, രാഗിണി ഉമങ്. ഉമങ്. കേദാർനാഥ് മിശ്ര. കേദാർനാഥ് മിശ്രയുടെ ചിര ചിരസ്പർശി സേതുബന്ദ്. അതുപോലെ ജനാർദ്ദൻ പ്രസാദ് ഝായുടെ പ്രമുഖ രചനകളാണ് അനുഭൂതി, അന്തർധ്വനി ട്ടോ, അന്തർധ്വനി. അപ്പൊ ഇതാണ് ഛായാവാദിലെ മറ്റു പ്രമുഖരായിട്ടുള്ള രചനാക്കാർ ട്ടോ. നമ്മൾ പറഞ്ഞു ഛായാവാദിലെ 4 സ്തംഭങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 4 സ്തംഭങ്ങളുടെ പേരും കൃത്യമായി പഠിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓപ്ഷനിൽ ചോദിക്കാം, ഈ 4 സ്തംഭങ്ങളിൽ ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻ തരും. അതിനകത്ത് 3 കറക്റ്റ് ആയിരിക്കും, 1 റോങ് ആയിരിക്കും. അപ്പൊ ഇതില് 4 സ്തംഭങ്ങളിൽ വരാത്തത് ആര് എന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്കറിയണം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റപ്പ് രചനകൾ എഴുതിയത്, ഓരോ രചനകളും രചിച്ചത് ആര്, അതുമെല്ലാം നന്നായി നോക്കണം കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഛായാവാദാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. നോട്ട്സ് ഒക്കെ നന്നായി പഠിക്കുക, നന്നായി വായിക്കുക കേട്ടോ. താങ്ക് യു.